ഹായ് ഹലോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു സെയിൽ വീഡിയോ തന്നെയാണ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം ജിഫി പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 1 kg തന്നെ ഒരുപാട് പ്ലാന്റ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കൂടാതെ ഇന്നത്തെ പ്ലാന്റ്സിനെല്ലാം നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 40 രൂപയാണ്. പിന്നെ നമ്മുടെ കൊറിയർ വരുന്നത് DTDC കൊറിയറാണ്. സ്പീഡ് പോസ്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ ഒക്കെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാച്ചസ് പ്ലാന്റ് ആണ്. ഇതൊരു ഉത്സവകാല ചെടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു പൂക്കളായിരിക്കും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണിത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ് ആണ്. ഹോയ പ്ലാന്റിൻ്റെ വൈറ്റാണ് നമ്മുടെ അടുത്ത് ഇപ്പം ജിഫിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടെയാണ് ഹോയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ്. പിങ്ക് കളറിൽ നല്ലൊരു പിങ്ക് കളറിൽ വരുന്ന പൂക്കളെ സമ്മാനിക്കുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ മെഡിനില്ല പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സ് തിളക്കമുള്ളതും എന്നാൽ പരോക്ഷമായ വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് നമ്മൾ ഗാർഡനിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് മെഡിനില്ല പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പിങ്കും അതുപോലെ തന്നെ റെഡും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും ജിഫി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് പെല്ലിലോണിയ പ്ലാന്റ് ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. നെക്സ്റ്റ് വരുന്നത് ഒരു ടൈഗർ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. കുറഞ്ഞ പരിചരണങ്ങളിൽ വളരുന്ന ഒരു പ്ലാന്റിൽപ്പെട്ടതാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പെപ്പറോമിയ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതും അതുപോലെ തന്നെ ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിൻ്റെ ഒരു 3-4 വെറൈറ്റികൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. മാർബിൾ പോത്തോസ്, സിൽവർ പോത്തോസ് വെരിഗേറ്റഡ് 2 ടൈപ്സ്. അപ്പോൾ ഇതിൻ്റെ 4 ടൈപ്സും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ജിഫി പ്ലാന്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ മണി പ്ലാന്റ് പോത്തോസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റാണിത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ്. വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്ത് വായു ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവ് ഈ മണി പ്ലാന്റിനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ വാട്സപ്പ് കാറ്റലോഗ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.